നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പ്രതിമാസം 2000 രൂപ ലഭിക്കുന്നുണ്ട്. എന്നാൽ 4 മാസ ഇടവേളയിൽ 2000 രൂപ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി, ഈ പദ്ധതിയുടെ അടുത്ത ഘട്ട 2000 രൂപ, അതായത് 24ാമത്തെ ഗഡു വിതരണത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നിലവിൽ 5 വർഷക്കാലത്തേക്കുള്ള ധനസഹായം 6000 രൂപ വീതം രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി 3.15 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ സൗജന്യ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഏവേ റേഷൻ കാർഡുകൾക്ക് ലഭിക്കേണ്ട സഹായം 5 വർഷക്കാലത്തേക്കാണ് മുൻപ് സർക്കാർ നീട്ടിയിരുന്നത്. അത് ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരമാണ്. രാജ്യമെമ്പാടുമുള്ള 80 കോടിയോളം വരുന്ന ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ഇത് നമ്മളുടെ സംസ്ഥാനത്ത് രാജ്യമെമ്പാടുമുള്ള 10 കോടിക്ക് മുകളിൽ കർഷകർക്ക് ലഭിക്കുന്ന, കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് കിസാൻ നിധി. അപ്പോൾ ഇതിൽ 6000 രൂപയാണ് നമുക്ക് പ്രതിവർഷം ലഭിക്കുക. 2000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻറ്റുകൾ, 23 ഗഡുക്കൾ നാളിതുവരെയായിട്ട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് 24ാമത്തെ ഗഡു. നിലവിൽ 5 വർഷക്കാലത്തേക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ മുൻകൂറായിട്ട് കരുതി വെച്ച സ്ഥിതിക്ക് നമുക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ 5 വർഷക്കാലം കൂടി ലഭിക്കും. അർഹതയുള്ള നിലവിലുള്ള കർഷകർക്ക് മാത്രമായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക. പുതുതായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. പുതിയ രജിസ്ട്രേഷൻ സാധ്യമാണ്, പക്ഷേ അത് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, 2018 കേന്ദ്ര സർക്കാർ ഈ സ്കീം ആരംഭിച്ച് രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ച സമയമുണ്ട്. 2018-19 കാലയളവിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് 2018 നമുക്ക് കൃഷിഭൂമി ഉണ്ടായിരുന്നിരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മളുടെ കൈവശം ആ ഭൂമി ഉണ്ടായിരിക്കണം. 2018 കരമടച്ച രസീതിൻ്റെ രേഖയുടെ തെളിവുകൾ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ കൈവശമാണ് സ്ഥലമുള്ളത് എന്ന് തെളിയിക്കാൻ ഈ വർഷത്തെ കരമടച്ച രസീത് കൂടി അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷകൾ വയ്ക്കാം. അപേക്ഷകൾ വൈകിപ്പോയെങ്കിലും പ്രശ്നമില്ല, അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ധനസഹായം ലഭിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, മുൻപൊക്കെ കർഷകർക്ക് രജിസ്ട്രേഷൻ പൂർത്തിയായി അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുടങ്ങിയിട്ടുള്ള, അതായത് നിലവിൽ ബാക്കിയുള്ളവർക്ക് എത്ര തുക ലഭിച്ചോ അതെല്ലാം തന്നെ ഇവർക്ക് മുടങ്ങാതെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇനിയും ആ രീതിയിൽ തന്നെയായിരിക്കും ആനുകൂല്യങ്ങൾ തുടരുക. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒരു പുതുക്കൽ, അത് നമുക്ക് കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തടസ്സപ്പെടാതിരിക്കാനും തുടർന്ന് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കാനും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കർഷക ID ആണ്. രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ കർഷകർ അവരുടെ ആധാർ, അതോടൊപ്പം കരമടച്ച രസീത്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത് കൊടുത്ത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ ID ലഭിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നും അത് വെരിഫിക്കേഷൻ പൂർത്തിയായി കൃഷിഭവനിലും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിലും എല്ലാം കൃത്യമായിട്ട് ഡേറ്റ മാച്ച് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിയുമ്പോഴാണ് ഈ ID ജനറേറ്റ് ആയിട്ട് ലഭിക്കുന്നത്. പിന്നീട് കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വീതമുള്ള ആനുകൂല്യം, കർഷകർക്ക് ജൈവവള സബ്സിഡി, രാസവള സബ്സിഡികൾ, അതോടൊപ്പം തന്നെ കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ, വിളനാശ ഇൻഷുറൻസുകൾ, അങ്ങനെയുള്ള ഒട്ടനവധി പദ്ധതികൾക്ക് ഈ ID ആണ് പിന്നീട് ബാധകമാവുക. വരും വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇത് നിർബന്ധമാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കർഷക ID എടുത്തിട്ടില്ലാത്തവരെല്ലാം ഈ കർഷക ID എടുക്കുക. കർഷക ID ലഭിച്ചിട്ടുള്ള കർഷകരാണോ എന്നറിയുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നമ്മളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം. അതിൻ്റെ ലിങ്ക്, സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കർഷകരും ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി ശരിയായിട്ടുണ്ടാകും. പ്രധാനമായിട്ട് ഈ KYC പൂർത്തിയാക്കാത്തവർ ഒന്നുകൂടി അത് പൂർത്തിയാക്കുക. ഈ വർഷം നാളിതുവരെ മുൻപൊരിക്കൽ ചെയ്തിട്ടുള്ളവരായിരിക്കും. ഈ വർഷം ചെയ്തിട്ടില്ല എങ്കിൽ, 2026 ചെയ്തിട്ടില്ല എങ്കിൽ ഒന്നുകൂടി ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ID കരസ്ഥമാക്കുക. അപ്പോൾ എല്ലാ കർഷകരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.